ഡിയർ സ്റ്റുഡൻസ്, ഫാഷൻ ആൻഡ് അപ്പാരൽ ഡിസൈനിങ്ങിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് നിങ്ങൾ എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളിൽ പാറ്റേൺ മേക്കിങ്ങിനെ കുറിച്ചും വിവിധതരം പാറ്റേണുകളെ കുറിച്ചും ചർച്ച ചെയ്തിരുന്നു. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് പാറ്റേൺ മേക്കിംഗ് ടൂൾസ് ആൻഡ് എക്വിപ്മെന്റ് എന്നുള്ളതാണ്. ഏതൊരു ജോലിയുടെയും എഫിഷ്യൻസി എന്നുള്ളത് അതിൽ ഉപയോഗിക്കുന്ന ടൂൾസിനെ കൂടി ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പാറ്റേൺ മേക്കർ തന്റെ ജോലിയിൽ ഉപയോഗിക്കുന്ന വിവിധ തരം ടൂളുകളെ കുറിച്ച് വ്യക്തമായ ധാരണയുള്ള വ്യക്തിയായിരിക്കണം. ഇവിടെ നിങ്ങൾക്ക് ചില ടൂൾസ് കാണുവാനാകും. ഇവയാണ് പാറ്റേൺ മേക്കിങ്ങിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ടൂൾസ്. ഇവയിൽ ചിലതെല്ലാം നിങ്ങൾക്ക് പരിചയമുണ്ടാവും. ഇവയെ വിശദമായി നമുക്ക് പരിചയപ്പെടാം. ഇതാണ് പാറ്റേൺ മേക്കിങ്ങിൽ ഉപയോഗിക്കുന്ന ഡ്രസ് ഫോം. ഇത് പല നിറത്തിലും സൈസിലും ലഭ്യമാണ്. ഇതിന്റെ സൈസ് 12 ആണ്. വിവിധ തരത്തിലുള്ള ഡ്രസ് ഫോംസ് ഉണ്ട്. ഇതിപ്പോ നമുക്ക് നിർമ്മിച്ചിരിക്കുന്ന പുറമേ നല്ല ഒരു സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചാണ്. എന്നാൽ ഇതിന്റെ ഉൾഭാഗം നല്ല കട്ടിയാണ്. പുറമെ ഈ സോഫ്റ്റ് കവറിങ് ഇതിന് കൊടുത്തിരിക്കുന്നത് ഇതില് പിന്നുകൾ കുത്തുവാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. പിന്നുകൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതിൽ കുത്തുവാനായിട്ട് സാധിക്കുന്നു. പാറ്റേൺ മേക്കിംഗ് ചെയ്യുമ്പോൾ ഇത് ആവശ്യമായിട്ട് വരുന്നതാണ്. ഇതുപോലെ ഒരു മസ്ലിൻ ക്ലോത്ത് ഉപയോഗിച്ച് നമ്മൾ ഡ്രേപ്പിംഗ് ചെയ്യുന്ന സമയത്ത് അതിൽ ആ ക്ലോത്ത് അറ്റാച്ച് ചെയ്യാൻ പിന്നുകൾ ഉപയോഗിക്കുന്നുണ്ട്. ആ പിന്നുകൾ അതിൽ കുത്തണമെന്നുണ്ടെങ്കിൽ അതിൽ ഫാബ്രിക്കിൽ ഒരു സോഫ്റ്റ് കവറിങ് ഉണ്ടായിരിക്കണം. ഇതിന്റെ ഉൾവശം നല്ല ഹാർഡാണ്. ഇപ്പൊ നോക്ക്, ഇതിൽ ഒരു സെൻട്രൽ ലൈൻ മാർക്കിംഗ് ഉണ്ട്, വേസ്റ്റ് ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ അത്യാവശ്യം ലൈൻസ് എല്ലാം അതിന്റെ മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ താഴെയായിട്ട് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതിന് ഒരു ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഡ്രസ് ഫോംസ് ആണ്. ഇത് മെഷറിംഗ് ടേപ്പ് നമ്മൾ സാധാരണ അളവുകൾ എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. 60 ഇഞ്ച് നീളവും 1/2 ഇഞ്ച് വീതിയുമാണുള്ളത്. ഇതിന്റെ ഒരു സൈഡില് സെന്റിമീറ്റർ മാർക്കിങ്സ് കൊടുത്തിട്ടുണ്ട്, മറ്റു സൈഡില് ഇഞ്ച് മാർക്കിങ്സ് കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് മാർക്കിങ്ങുകളും നമ്മൾ വിവിധ തരത്തിലുള്ള മെഷർമെന്റുകൾ എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇതിന്റെ രണ്ട് അറ്റത്തും ഓരോ മെറ്റൽ സ്ട്രിപ്പ്, 2 ഇഞ്ചിലും ഓരോ മെറ്റൽ സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ മെറ്റൽ സ്ട്രിപ്പ് ഇതിന്റെ അറ്റമൊന്നും കരന്നു പോകാതിരിക്കാനും അതുപോലെ കൃത്യമായ മെഷർമെന്റുകൾ എടുക്കാനും നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പം ബോഡി മെഷർമെന്റ്സ് എടുക്കാനും അതേപോലെ തന്നെ ഡ്രസ് ഫോം എന്നുള്ള മെഷർമെന്റ്സ് എടുക്കാനും ഡ്രാഫ്റ്റിംഗിലെ മെഷർമെന്റിന് ഇതിനെല്ലാം നമ്മൾ ഈ മെഷറിംഗ് ടേപ്പ് ഉപയോഗിക്കുന്നുണ്ട്. അടുത്ത ടൂൾ എന്ന് പറയുന്നത് നമ്മളുടെ റൂളേഴ്സ് അഥവാ സ്കെയിലുകളാണ്. ഇത് നമ്മളൊക്കെ പരിചയം ഉണ്ടാവും അല്ലെ. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു 15 സെന്റിമീറ്റർ നീളമുള്ള സ്കെയിലാണിത്. ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്കിന്റെ സ്കെയിലാണ് ഇത്. ഇത് അല്പം കൂടി വലിയ 12 ഇഞ്ച്, ഇതിന്റെ ഒരു സൈഡിലെ ഇഞ്ച് മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്, മറ്റേ സൈഡിലെ സെന്റിമീറ്റർ മാർക്കിങ്സ് ഉണ്ട്. അപ്പൊ ഇതിൽ നോക്കുക, എല്ലാം നല്ല വ്യക്തമായിട്ട് തന്നെ മാർക്കിങ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊരു വുഡൻ സ്കെയിലാണ്. അതേപോലെ തന്നെ ഇത് അല്പം കൂടി വലിയ ഒരു റൂളറാണ്, 60 സെന്റിമീറ്റർ. ഇതൊരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള റൂളറാണ്. ഇത് മറ്റൊരു ടൈപ്പ് റൂളർ. ഇത് ഗ്രിഡ് സ്കെയിൽ എന്ന് പറയും. ഇത് നമ്മൾ ഡ്രാഫ്റ്റിംഗിൽ ഉപയോഗിക്കുന്നതാണ്. ഇതിന്റെ അകത്ത് ചെറിയ ചെറിയ മാർക്കിങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഡ്രാഫ്റ്റിംഗ് ചെയ്യുമ്പോൾ ഇത് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റും. ഇതെല്ലാം തന്നെ സ്ട്രൈറ്റ് റൂളേഴ്സ് ആണ്. നമ്മൾ ഉപയോഗിക്കുന്ന സ്ട്രൈറ്റ് റൂളേഴ്സ് ആണ് വരുന്നത്. ഇതാണ് എൽ സ്കെയില്. നോക്കൂ, ഇതിനൊരു 90 ഡിഗ്രി ആംഗിളിലുള്ള ഒരു എൽ ഷേപ്പാണ് ഇതിന് ഉള്ളത്. ഇതിൽ തന്നെ ഇരുവശത്തിന്റെ ഇഞ്ച് മാർക്കിങ്സുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കുവാനും ഇതേപോലെ നമ്മൾക്ക് സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കുവാനും അതേപോലെ ഇതിന്റെ കോർണറുകളിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാനും നമുക്ക് എളുപ്പത്തിൽ തന്നെ നേരെ 90 ഡിഗ്രിയിൽ, ഒട്ടും തന്നെ ചെരുവില്ലാതെ 90 ഡിഗ്രിയിൽ നമുക്ക് എളുപ്പത്തിൽ വരയ്ക്കുവാൻ സാധിക്കും ഈ ഒരു സ്കെയില് ഉപയോഗിച്ചുകൊണ്ട്. ഇങ്ങനെ നമുക്ക് ചില ഡ്രാഫ്റ്റിംഗ് പ്രോസസ്സുകളെല്ലാം സ്ക്വയർ ഔട്ട് ചെയ്യുക, അങ്ങനെയുള്ള ചില പ്രോസസ്സുകളുണ്ട്. അപ്പൊ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇത് മാർക്ക് ചെയ്തേക്കാം. അപ്പൊ ആ ഒരു 90 ഡിഗ്രിയില് മാർക്കിങ് കോർണറുകൾ എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ഈ സ്കെയിൽ ഉപയോഗിക്കാം.
ഇത് ഫ്രഞ്ച് കർവാണ്. നമ്മൾ ഡ്രാഫ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് നെക്ക് ലൈൻസ്, ആം ഹോള് തുടങ്ങിയ പോർഷൻസിലെ കർവുകൾ നീറ്റായിട്ട് വരയ്ക്കുവാൻ, മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫ്രഞ്ച് കർവ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് ഒരു ആം ഹോൾ ഡ്രാഫ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതില് നമുക്ക് ആം ഹോൾ കർവ്, ഫ്രഞ്ച് കർവ് വളരെ നീറ്റായിട്ട് നമുക്ക് ഉപയോഗിച്ച് വരയ്ക്കാൻ സാധിക്കും. ആം ഹോളിന്റെ കർവ് നമുക്ക് നീറ്റായിട്ട് എടുക്കുവാൻ സാധിക്കും. അല്പം കൂടി വറഞ്ഞ് ഉള്ളിലോട്ട് കയറി വരുന്ന ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ കണ്ടോ. ഇനി അതേപോലെ നമുക്ക് നെക്കിന്റെ കർവ് നമുക്ക് എടുക്കാൻ പറ്റും. നെക്കിന് അല്പം കുറച്ച് മതി എന്നുണ്ടെങ്കിൽ ആ ഒരു പോർഷനിലോട്ട് കുറച്ചുകൂടി അതിന്റെ ഡെപ്തിലോട്ട് വേണം എന്നുണ്ടെങ്കിൽ നമ്മള് ഇങ്ങനെ നമുക്ക് നെക്ക്, ആംഹോൾ, ഈ കർവുകളെല്ലാം വളരെ നീറ്റായിട്ട് വരയ്ക്കാൻ നമുക്ക് ഈ ഒരു ഫ്രഞ്ച് കർവ് ഉപയോഗിക്കാം. ഫ്രഞ്ച് കർവ് പോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റ് 2 കർവ്ഡ് റൂളേഴ്സ് ആണ് ഹിപ്പ് കർവ് വരുന്നത്. നോക്കൂ, ഇതിലും ഉണ്ട് ഒരു ചെറിയ കർവ് ഉണ്ട്. ഇത് നമ്മൾ സാധാരണയായിട്ട് അല്പം വൈഡ് ആയിട്ടുള്ള കർവ് പോർഷൻസ്, അതായത് ഹിപ്പിന്റെ പോർഷനിലെ കർവുകൾ, ഹെം ലൈനിലെ കർവുകൾ, അവയൊക്കെ മാർക്ക് ചെയ്യുന്നതിനാണ് ഈ ഒരു ഹിപ്പ് കർവ് എന്നുള്ള റൂളർ ഉപയോഗിക്കുന്നത്. സിസേഴ്സ് നിങ്ങൾക്ക് പരിചയമുള്ള ഒരു ടൂളാണ്. ഇത് നമുക്ക് പല സൈസിൽ നമുക്ക് ലഭിക്കും. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് 8 ഇഞ്ച്, 10 ഇഞ്ച്, 12 ഇഞ്ച്, അതിൽ ഏതെങ്കിലും സൈസിലുള്ളതായിരിക്കും സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന സിസേഴ്സ്. സിസേഴ്സിന് ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ബ്ലേഡ് ഉണ്ടാവും. അതേപോലെ തന്നെ ഹാൻഡിൽ, നമുക്ക് തമ്പ് ഇടാൻ പറ്റിയതും ബാക്കി ഫിംഗേഴ്സ് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഹാൻഡിൽ ഉണ്ടാവും. ഈ ഹാൻഡിൽ ചിലപ്പം പ്ലാസ്റ്റിക്കിന്റെ ആയിരിക്കും. ഇപ്പൊ ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക്കിന്റെയാണ്. ഇതിന് പകരം മെറ്റൽ ഹാൻഡിലുള്ളത് ഉണ്ടായിരിക്കും. ഇത് നമ്മൾക്ക് ഡ്രാഫ്റ്റിംഗില്, പേപ്പർ കട്ടിങ്ങിനും അതേപോലെ ഫാബ്രിക് കട്ട് ചെയ്യുന്നതിനും വേണ്ടി ഉപയോഗിക്കുന്നു. പാറ്റേൺ മേക്കിംഗിൽ ഉപയോഗിക്കുന്ന മറ്റൊരു ടൂളാണ് നോച്ചർ എന്നുള്ളത്. ഇതിൽ നിങ്ങൾക്ക് കാണാനാവും, ഇത് നമ്മുടെ ഒരു പഞ്ചിങ് മെഷീൻ, ഹോളുകൾ ഇടാൻ ഉപയോഗിക്കുന്ന പഞ്ചിങ് മെഷീൻ പോലെയാണ് തോന്നുക. ഇതും അതേപോലെ തന്നെ യു ഷേപ്ഡ് മാർക്കിംഗ്, നോച്ച് മാർക്കുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൂള് ഉപയോഗിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഇതിൻ്റെ അകത്ത് ഒരു പോർഷനിൽ എവിടെയെങ്കിലും നമുക്ക് സീം ലൈനിന്റെ അവിടെ ഒരു നോച്ച് മാർക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഉണ്ടോ, ഈ ഒരു ഷേപ്പില നോച്ച് മാർക്കായിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പൊ ഇങ്ങനെയുള്ള നോച്ച് മാർക്കുകൾ, യു ഷേപ്ഡ് ആയിട്ടുള്ള നോച്ച് മാർക്കുകൾ കൊടുക്കാനാണ് ഈ ഒരു ടൂള് നമ്മൾ ഉപയോഗിക്കുന്നത്. നോച്ചർ ഇത് നമ്മൾ മാർക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ടൈലേഴ്സ് ചോക്ക്. ഇത് നമുക്ക് പല ഷേപ്പിലും പല കളറുകളിലും നമുക്ക് ലഭിക്കും. ഇവിടെ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ഇതാണ്. ഇതിന്റെ ഒരു സൈഡില് പിങ്ക് കളറും ഒരു സൈഡില് ബ്ലൂ കളറാണ്. ഇത് യെല്ലോ, ഗ്രീൻ, വൈറ്റ് അങ്ങനെ പല ഷെയ്ഡുകളിലും പല ഷേപ്പുകളിലും ലഭിക്കും. നമുക്ക് ഫാബ്രിക്കില് മാർക്കിംഗ് ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഫാബ്രിക്കിൽ ചെയ്യുന്ന മാർക്കിങ്സ് വളരെ എളുപ്പത്തിൽ തന്നെ മായ്ച്ചു കളയാനാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഫാബ്രിക്കിന്റെ റൈറ്റ് സൈഡിൽ നമുക്ക് ഇത് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ഡ്രാഫ്റ്റിംഗ് ലൈനുകൾ ട്രേസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മറ്റൊരു ടൂളാണ് ട്രേസിംഗ് വീൽ എന്നുള്ളത്. ഇതിന്റെ അറ്റത്ത് ഒരു പൽചക്രം, ഒരു ടൂത്ത്ഡ് വീല് ഉണ്ട്. അത് ഒരു ഹാൻഡിലുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ ഹാൻഡില് പ്ലാസ്റ്റിക്കിന്റെ ആവാം, അല്ലെങ്കിൽ വുഡൻ ഹാൻഡിലാകാം. ഇത് നമ്മൾ ഡ്രാഫ്റ്റിംഗ് ലൈൻസുകളെല്ലാം മറ്റ് ഡ്രാഫ്റ്റിംഗ് പേപ്പറിലോട്ടോ അല്ലെങ്കിൽ തുണിയിലോട്ടോ ട്രേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടൂള് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾക്ക് ഈ ഒരു പാറ്റേണിന്റെ ഡിസൈൻ നമുക്ക് അതിലോട്ട് ട്രേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ കൂടി ട്രേസിംഗ് വീൽ ഉപയോഗിച്ചിട്ട് ആ ലൈനിൽ കൂടി വരയ്ക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിന്റെ നമ്മൾ വരച്ചിട്ടുള്ള മാർക്കിങ്സ് ഇതിന്റെ താഴെ വീഴുന്നതായിരിക്കും. അപ്പൊ ഇവിടെ നമുക്കത് കറക്റ്റ് ആയിട്ട് പിന്നീട് മാർക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ ലൈൻസ് ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ട്രേസിംഗ് വീല് ഉപയോഗിക്കുന്നത്. ഇത് പലതരത്തിലുള്ള ഇത് സ്ട്രെയിറ്റ് പിന്നുകളാണ്. നമ്മൾ പലതരത്തിലുള്ള പിന്നുകള് ഡ്രാഫ്റ്റിംഗിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇത് സ്ട്രെയിറ്റ് പിൻസ് ആണ്. നമ്മൾ നേരത്തെ ഡ്രസ് റൂമിൽ കണ്ടു അല്ലെ, പിന്നുകൾ കുത്തിയിട്ടാണ് ഡ്രേപ്പിംഗ് എല്ലാം ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഉപയോഗിക്കുന്ന സ്ട്രെയിറ്റ് ആയിട്ടുള്ള പിൻസ് ആണ് ഇത്. അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു ഡ്രാഫ്റ്റിംഗിൽ ഉപയോഗിക്കുന്നതാണ്
പുഷ് പിൻസ് അല്ല, ഇതും ഇതേപോലെ തന്നെ കുത്തി വെച്ചിട്ട് ചില ഡിസൈൻസ് എല്ലാം ചെയ്യുന്ന, പ്രത്യേകിച്ച് ഡാർട്ട് മാനിപ്പുലേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് അതെല്ലാം കറക്റ്റ് പൊസിഷനിൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുഷ് പിൻസ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇങ്ങനെ വിവിധ തരത്തിലുള്ള പിന്നുകൾ നമുക്ക് ഡ്രാഫ്റ്റിങ്ങിൽ ആവശ്യമായിട്ട് വരും. ഈ പിന്നുകൾ ഹോൾഡ് ചെയ്യുന്ന, അതിനെ കുത്തി സൂക്ഷിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് സേഫ് ആയിട്ട് അതിൽ നമുക്ക് സൂക്ഷിച്ചു വെക്കുവാൻ സാധിക്കും. അതിനുപയോഗിക്കുന്നതാണ് പിൻ ഹോൾഡർ. അടുത്ത ഒരു ടൂളാണ് സ്റ്റിലറ്റോ എന്ന് പറയുന്നത്. അതിൽ ഒരു ഷാർപ്പ് പോയിന്റഡ് ടൂളാണ് അത്. അതിലൊരു വുഡൻ ഹാൻഡിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ ഒരു ഹാൻഡിലോ ഉണ്ടായിരിക്കും. നമ്മൾ ഡിസൈൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഡ്രാഫ്റ്റിങ്ങിൻ്റെ അകത്ത് നമുക്ക് ഡാർട്ട് മാർക്കുകളൊക്കെ മാർക്ക് ചെയ്യണം. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ടൂള് ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഡാർട്ട് പോയിന്റുകൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പോയിന്റുകളൊക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റിലറ്റോ എന്നുള്ള ടൂൾ ഉപയോഗിക്കുന്നത്. ഇനി അതേപോലെ തന്നെ ഡ്രാഫ്റ്റിങ്ങിൽ ഉപയോഗിക്കുന്ന മറ്റ് ഒരു ഇതാണ് ബ്രൗൺ പേപ്പർ. ഇതിൽ നമുക്ക് ഇതിനകത്ത് ബ്രൗൺ പേപ്പറിന്റെ ഷീറ്റാണ് ഇത്. ഇതേപോലുള്ള വലിയ ഷീറ്റുകൾ നമുക്ക് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് റോളുകൾ ഉണ്ടാവും. അത് നമ്മുടെ സൗകര്യത്തിന് നമുക്ക് ഏതാണോ കിട്ടുന്നത് അതേ ടൈപ്പ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള പേപ്പറുകളിലാണ് നമ്മൾ ഡ്രാഫ്റ്റിംഗ് ചെയ്യുന്നത്. അപ്പൊ അത് തിക്കായിട്ടുള്ള പേപ്പർ ആയിരിക്കാം, അല്ലെങ്കിൽ ഇത്രയും കട്ടിയില്ലാത്ത പേപ്പർ, പലതരത്തിലുള്ള പേപ്പറുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കേണ്ട റിപ്പീറ്റഡ് യൂസ് ഉള്ള പാറ്റേൺസ് ആണെങ്കിൽ അല്പം കട്ടി കൂടിയ പേപ്പറിലായിരിക്കും ചെയ്യുക. എന്നാൽ മറ്റുള്ള വർക്കിംഗ് പാറ്റേൺസ് ഒക്കെ ഉണ്ടാക്കുന്ന അല്പം കട്ടി കുറഞ്ഞതായിരിക്കും. കൊമേഴ്സ്യൽ പാറ്റേൺസ് നിർമ്മിക്കുന്നത് അല്പം കൂടി കട്ടി കുറഞ്ഞിട്ടുള്ള ട്രാൻസ്പെറന്റ് പേപ്പറിലോ ബട്ടർ പേപ്പറിലോ ആയിരിക്കും. അങ്ങനെ വിവിധ തരത്തിലുള്ള പേപ്പറുകൾ നമ്മൾ പാറ്റേൺ ഡ്രാഫ്റ്റിംഗിൽ ഉപയോഗിക്കുന്നു. നമ്മൾ ഇതുവരെ പഠിച്ചു കഴിഞ്ഞ ടൂൾസ് ഏതൊക്കെയാന്ന് ഒന്നുകൂടി നോക്കാം. ഡ്രസ് ഫോംസ്. It is a standardized duplication of a human figure. It is used to take measurements, develop patterns, and fit garment samples, etc. Measuring tape. It is 60-inch long and half-inch wide tape with a metal strip on either end. It is used to measure a figure or a model form as well as drafting patterns. Rulers. These are 6-inch, 12-inch or 24-inch wooden, metal or plastic rulers. It is used for drawing straight lines as per measurements. Daily square. It is a 24 by 14-inch metal or plastic ruler with two arms that form a 90-degree angle. It is used to extend lines through a 90-degree angle in pattern grading. French curve. It is a curved plastic or metal ruler. It is used to draw curves of armholes and necklines. Hip curve. It is a curved plastic or metal ruler available in different sizes. It is used to draw wider curves like hip line, hemline, etc. Scissors. It is a cutting tool having a size of 8-inch to 12-inch with two sharply pointed straight blades. Used to cut paper patterns and fabric. Notcher. It is a punching tool that looks like a punch machine. It is used to make U-shaped notch marks which indicate seam allowance, central lines, etc. Tailor's chalk. These are chalks available in various colors and shapes with the fine edges. It is used for making the drafting lines and design details on fabric. Tracing wheel is a toothed metal wheel with a wooden or plastic handle. It is used to transfer lines from one pattern to another or from final pattern to fabric. Pins and pin holder. Different types of pins like straight pins, push pins, drafting pins, etc. are used. Pins are used in draping, art manipulations, design transferring, etc. Pin holder is small stuffed pillow. It is used to hold pins and needles safely. Stiletto.
It is a metal rod with a tapering end with a handle. It is used for punching dart ends, marking placements of pockets, trimmings, etc. on patterns. Pattern paper or brown paper. These are brown paper rolls or sheets having various sizes and thickness, used for preliminary patterns drafting and also for the development of the final pattern. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ പഠിച്ചിട്ടുള്ള ഡിഫറെൻ്റ് ടൂൾസ്. നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്കൊരു ചെറിയ ഒരു അസൈൻമെന്റ് കൂടി ചെയ്യാം. Prepare the list of pattern making tools and their uses in a table format. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും. നമ്മൾ ഇപ്പൊ പറഞ്ഞ ആ എല്ലാ ടൂൾസിനെയും അതിന്റെ യൂസസും ഒരു ടേബിൾ ഫോർമാറ്റിൽ ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു 4 കോളംസ്, സീരിയൽ നമ്പർ, നെയിം ഓഫ് ദി ടൂള്, ഡിസ്ക്രിപ്ഷൻ ആൻഡ് യൂസസ്. അപ്പൊ അതിനകത്ത് ഓരോ ടൂളിന്റെയും ഇത്രയും കാര്യങ്ങൾ എഴുതിയ ഒരു ടേബിൾ റെഡിയാക്കാം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.